രാവിലെ മനോരമ പത്രം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നരേന്ദ്രമോദി പേടിച്ച് വിറച്ചിരിപ്പാണ്. കാരണം ഖാർഗെ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ മുഖമായി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നാണ് എനിക്ക് മനോരമ വായിച്ചപ്പോൾ മനസ്സിലായത്. അത് ഖാർഗെ തന്നെ അത് വേണ്ടെന്ന് പറഞ്ഞല്ലോ. പുള്ളിക്ക് പ്രായം കുറേയായി. മാത്രമല്ല, ഈ പ്രതിപക്ഷത്തിൻ്റെ മുഖമായിട്ട് എടുത്തുയർത്തി കാണിക്കാൻ പുള്ളിക്ക് വെയിറ്റ് 190 കിലോ ഉണ്ട്. ഖാർഗെ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. ആ, ഇച്ചിരി വെയിറ്റുള്ള ആളാണ്. ചെറിയ ക്രെയിനൊക്കെ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇവർ വിചാരിച്ചാലൊന്നും ഖാർഗെ പോകുന്നില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ അരവിന്ദ് കേജ്രിവാളും മമതാ ബാനർജിയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്. അപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ വയറ്റിലൊരു ബോംബ് പൊട്ടി. കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാതെ ഒരു പ്രധാനമന്ത്രി എന്നൊരു സജഷൻ വന്നാൽ മമതാ ബാനർജിയെ അരവിന്ദ് കേജ്രിവാളിനെയും തല്ലാൻ പറ്റില്ല. പക്ഷേ ഖാർഗെയെ തല്ലാം. പുള്ളി കോൺഗ്രസ്സിലാണ്, വയസ്സും പ്രായമൊക്കെ ആയി, വലിയ ജനപിന്തുണയോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. പ്രായവുമായി. ഇനിയിപ്പോൾ അത് ശിഷ്ടകാലം ഇങ്ങനെ ജീവിച്ചു പോകണമെന്ന് പുള്ളിക്കൊരു ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തന്നെ അസൂയ തോന്നും, സോണിയാഗാന്ധിക്ക് അസൂയ തോന്നും. അവരുടെ അതൃപ്തിക്ക് പാത്രമായിട്ട് കോൺഗ്രസ്സിൽ ജീവിക്കാൻ പറ്റുമോ? അയാളുടെ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണോ പാർട്ടിക്കകത്ത്? മിക്കവാറും ഒതുങ്ങിപ്പോവും. വഴിയാധാരമാവുന്ന ഒരു ഖാർഗെ നമുക്ക് കാണാൻ പറ്റും. വഴിയാധാരമൊന്നും ആകില്ല. അങ്ങൊരു ഭയങ്കര പണക്കാരനാണ്. ഖാർഗെയ്ക്ക് നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഭൂസ്വത്തും ബാങ്ക് ബാലൻസും കൊട്ടാരങ്ങളും ഒക്കെയുള്ള മനുഷ്യനാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. അതുകൊണ്ട് വഴിയാധാരമൊന്നും ആകില്ല. അങ്ങേരെ നോക്കാൻ അങ്ങേരുടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ കോൺഗ്രസ്സിൽ ഇപ്പോൾ എന്താ വേറെ ആരുമില്ലാത്തതുകൊണ്ട് ഖാർഗെയെ AICC പ്രസിഡൻ്റാക്കി. അതിന് തന്നെ ഒരു സാമർഥ്യമൊന്നും ഖാർഗെയ്ക്കില്ല. അപ്പോൾ പ്രായം എല്ലാത്തിനെയും കടത്തി വെട്ടില്ല. അപ്പോൾ പഴയ ഊർജ്ജമോ സംഗതിയൊന്നും ഖാർഗെയ്ക്കില്ല. കസേരയിൽ നിന്ന് എണീക്കാൻ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മുൻ പ്രസിഡൻറ്റ് രാംനാഥ് കോവിന്ദും ഇപ്പുറത്ത് വേറെ ആരോ നിന്ന് 2 കൈക്ക് പിടിച്ചിട്ടാണ് ഖാർഗെ സ്റ്റേജിൽ എണീറ്റ് നിൽക്കുന്നത്. അത് ഞാൻ പരിഹസിച്ച് പറയുകയില്ല. എനിക്കും സുനിലും ഒക്കെ ആ അവസ്ഥ വരും പ്രായമായി കഴിയുമ്പോൾ. പക്ഷേ ഈ ആരോഗ്യമുള്ള ആളിനെ പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടുക എന്ന് പറഞ്ഞാൽ ഫിറ്റ് ലൈക്ക് എ ഫിഡിൽ ആണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. എന്തു വാങ്ങിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. നാളിതുവരെ ഇപ്പം വർഷം എത്രയായി പ്രധാനമന്ത്രി, ജലദോഷം പോലും വന്നിട്ടില്ല. ഒരു ജലദോഷത്തിന് എയിംസിൽ കൊണ്ടുപോയി ഡോക്ടർമാർ പരിശോധിച്ചു, വിദഗ്ധ സംഘം പരിശോധിച്ചു, കേട്ടിട്ടില്ല ഈ മനുഷ്യനെ പറ്റി. ഇപ്പോഴല്ല, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുതൽ, അതായത് ഏകദേശം 2000 മുതൽ ഇപ്പോൾ 2023 വർഷമായിട്ടൊരു മൂക്കിപ്പനി പോലും വരാത്ത ആരോഗ്യവുമായിട്ട് നിൽക്കുന്ന നരേന്ദ്രമോദിയെ നേരിടാൻ കസേരയിൽ നിണയിക്കാൻ 2 പേര് പിടിക്കേണ്ടി വരുന്ന ഖാർഗെ എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഇവർ പരിഹസിക്കാൻ പറഞ്ഞതായിരിക്കും. പക്ഷേ അതിനകത്തൊരു സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ദിശാബോധം നൽകുന്നൊരു തീരുമാനമല്ലേ? കാരണം ഇന്ത്യയിലെ രാഷ്ട്രപതി ദളിത് സമുദായത്തിൽപ്പെട്ടതാണ്, പിന്നോക്കക്കാരനായ മുഖ്യമന്ത്രി, മറ്റ് സംസ്ഥാനങ്ങളിൽ പിന്നോക്കക്കാർ വരുന്നു, ഏറ്റവും കൂടുതൽ പിന്നോക്കക്കാരുള്ള പാർട്ടി BJP ആയി നിൽക്കുന്നു, ജാതി സെൻസസിൻ്റെ വിഷയം നിൽക്കുന്നു. അപ്പോൾ ഒരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിശാലമായ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം കൂടിയല്ലേ? അല്ല. ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് നിങ്ങൾ ഒരാളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടൊന്നും ദളിത്തിന് സന്തോഷമാകില്ല. ദളിത് വിഭാഗത്തിന് വേണ്ടി എന്ത് ചെയ്തു ഖാർഗെ ആന്ധ്രയിലെ വലിയൊരു മുതലാളിയാണെന്നേ, വലിയ ഭൂസ്വാമിയാണ് ഖാർഗെ. നിങ്ങൾ വിചാരിക്കുന്ന ദളിതനല്ല. ദളിതൻ അങ്ങനെ ആയിക്കൂടെ? ഓലക്കുടിൽ കഴിയുന്ന ദളിതനല്ല. അങ്ങനെ ആവാം, കുഴപ്പമില്ല. പക്ഷേ ഈ പ്രായം വരെ കോൺഗ്രസ്സിൽ ഒരു പ്രാമുഖ്യവും കൊടുക്കാതെ ഇപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ആക്ച്വൽ ദളിതന്മാർക്ക് പോലും സംശയം തോന്നി, ഇത് നമ്മളെ കളിപ്പിക്കാനാണല്ലോ, അല്ലെങ്കിൽ ഇത്രയും കാലം കൊടുക്കണ്ടേ. ഞാൻ ഇവിടെ കോൺഗ്രസ്സിൽ ജഗജീവൻ റാം ഉണ്ടായിരുന്നു. എത്ര സീനിയർ മനുഷ്യനായിരുന്നു. പ്രധാനമന്ത്രി ആക്കിയില്ലല്ലോ. അല്ല, ഒരു പക്ഷേ ആ തെറ്റ് തിരുത്തലായിക്കൂടെ? ആ തെറ്റ് ആണെങ്കിൽ അത് പറയണം. കാരണം ഈ സജഷൻ വന്നിരിക്കുന്നത് അരവിന്ദ് കേജ്രിവാളും മമതാ ബാനർജിയാണ് പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഖാർഗെയാണെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രാധാന്യമുണ്ട്. ഇതല്ല, മറ്റവരാണ് പറയുന്നത്. അല്ല, ഇവർ രണ്ടുപേരും പ്രധാനമന്ത്രി പദം മോഹിക്കുന്നവരുമാണ്. കോൺഗ്രസിനകത്ത് ഖാർഗെ പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുകയോ പറയുകയോ ചെയ്യുന്ന ആളില്ല. പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ്സിന് ഇതിൻ്റെ ഗുണം കിട്ടുന്നത്? നിവൃത്തികേട് കൊണ്ട്. മറ്റുള്ളവർ പറഞ്ഞു, അവർ 2 ശക്തന്മാരാണ്. മമതാ ബാനർജിക്ക് സംസ്ഥാനം മൊത്തം കയ്യിലുണ്ട്, അരവിന്ദ് കേജ്രിവാളിന് 2 സംസ്ഥാനമുണ്ട്. അതിൽ ഡൽഹി ചെറുതെന്ന് വെച്ചോ, പഞ്ചാബുണ്ട്, അവർക്ക് MLA മാരുണ്ട്, MP മാരുണ്ട്. അവരാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്, കോൺഗ്രസ് അല്ല.
ജയറാം രമേശോ ദിഗ്വിജയ് സിംഗോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഗൗരവമായിട്ട് എടുക്കാം. പോട്ടെ, രാഹുൽ ഗാന്ധിക്ക് ഈ പ്രഖ്യാപനം നടത്താമല്ലോ? ഇല്ല. അപ്പോൾ പിന്നെ ആരെ കളിപ്പിക്കാനാണ് ഈ പരിപാടി? അല്ല, ഒരുപക്ഷെ കെജ്രിവാളും മമതയും പ്രതീക്ഷിക്കുന്നത് വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു ലൈനാണോ ഈ നിർദ്ദേശം വഴി? അല്ല, അതിനും വെടക്കാക്കുകയൊന്നും വേണ്ട. വെടക്കാണ്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ ഇതുപോലത്തെ കളി കളിക്കുമായിരിക്കും. മമതാ ബാനർജി ബൈ ആൻഡ് ലാർജ് നേരെ പോ എന്നുള്ള സ്ത്രീയാണ്. അവരിറങ്ങിപ്പോയല്ലോ ഇന്നലെ. അവർ പത്രസമ്മേളനത്തിൽ ഇരുന്നില്ല. ഡിസംബർ 31 മുമ്പ് കാൻഡിഡേറ്റുകളെ തീരുമാനിക്കും. അവർ ഇറങ്ങിപ്പോയി. അവരുടെ സജഷൻസ് ഒന്നും തന്നെ ഇന്ത്യ മുന്നണിയിൽ ആരും അംഗീകരിച്ചില്ല. അവർ പത്രസമ്മേളനത്തിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞ് അവരിറങ്ങി. അല്ല, മറ്റൊരാളുടെ പേര് നിർദ്ദേശിക്കുക വഴി മമത തൻ്റെ സ്ഥാനാർത്ഥിത്വം, പ്രൈം മിനിസ്റ്റർ ആവാനുള്ള സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയാണോ? അല്ല. വാസ്തവത്തിൽ ഇന്ത്യ മുന്നണിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മമതയെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം സുനിലെ, ഈ ജാതി രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങൾ ഈ പിന്നോക്ക ദളിത് മുസ്ലിം രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിൻ്റെ പ്രാണൻ പോയി. ഇപ്പോൾ ആ നമ്പർ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കും ജനം. അത് പോയി. അത് മാറ്റി എഴുതിയവൻ നരേന്ദ്രമോദിയാണ്. കാരണം ഇതിനപ്പുറം ആണ് ഭാരതം എന്നുള്ള ഒരു സിഗ്നൽ നരേന്ദ്രമോദി കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യക്കും അപ്പുറം ഒരു ഭാരതമുണ്ട്. ആ ഭാരതം ഭാരതീയർക്ക് മനസ്സിലാകും. കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ഇന്ത്യ എന്ന് പറയുമ്പോഴും ഭാരതം എന്ന് പറയുമ്പോഴും അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷേ ഭാവം ഒന്നല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരിപാടി ഇവർ ചെയ്തല്ലോ, അത് രാഷ്ട്രീയ ആവശ്യത്തിന് ഇന്ത്യ എന്നുള്ള പേരെടുത്തിട്ട് അത് വഷളാക്കി. അപ്പോൾ പിന്നെ ശരി, നീ അത് കൊണ്ടുപോക്കോ, എനിക്കിത് മതി. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ദൃഢമായി. ഈ കളിയിൽ നിങ്ങൾ ജാതി രാഷ്ട്രീയത്തിന് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ജാതി സെൻസസ് എന്നൊക്കെ പറയുന്ന നമ്പർ ഇറക്കുന്നത് ഇപ്പോൾ കേൾക്കുന്നില്ലല്ലോ. അതിൻ്റെ കഥ കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ കൃത്രിമമായിട്ട് ദളിതൻ എന്നൊക്കെ പറഞ്ഞിട്ട് എണീക്കാൻ വയ്യാത്ത ഒരാളിനെ താങ്ങി പിടിച്ച് നിർത്തിക്കഴിഞ്ഞാലൊന്നും ജനം അതിൽ വീഴാൻ പോകുന്നില്ല. അതിന് പകരം നിങ്ങൾ മമതാ ബാനർജിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നു. വാട്ട് ഈസ് റോങ് വിത്ത് ദാറ്റ്? ഒരു കുഴപ്പവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അവർ ഊർജ്ജസ്വലയാണ്, അവർക്ക് ചില കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം, അവർ ആൻറ്റി മാർക്സിസ്റ്റാണ്. പക്ഷേ അതങ്ങനെ പറയാമോ? CPM ക്ഷണിച്ചിട്ടുണ്ടല്ലോ, സീറ്റുകൾ തരാമെന്ന് പറഞ്ഞു. ഈ കൂട്ടുകൂടുമ്പോൾ അത് പണ്ട് VP സിംഗ് പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മഴ വരുന്ന പോലെയാണ്. കയ്യിൽ കിട്ടിയതെടുത്ത് നമ്മൾ തലയിൽ വയ്ക്കും. അത് ചേമ്പിലയാകാം, വാഴയിലയാകാം, പട്ടയില, എന്തെങ്കിലും ആകാം. എടുത്ത് നമ്മൾ, ഇതാണ് VP സിംഗ് പറഞ്ഞ ഉദാഹരണമാണ് കേട്ടോ. എന്നെ വഴക്ക് പറയരുത്. VP സിംഗ് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ എന്ത് വേണമെങ്കിലും എടുത്ത് തലയിൽ വയ്ക്കും, നനയാതിരിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതും തലയിൽ വെച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ മഴയില്ലാത്ത സമയത്ത് ഒരുത്തും ചേമ്പലയും പിടിച്ചുകൊണ്ടാണ് വട്ടാണെന്നല്ലേ പറയുള്ളൂ. ഇതുപോലെ കളയും. അതുകൊണ്ട് മമതയ്ക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഇപ്പം CPM എന്ത് വരാനാണെന്ന്, വന്നാലും വേറെ എത്ര സീറ്റ് കിട്ടാനാണ്. ദേ ആർ നോൺ എൻറ്റിറ്റി ഇൻ പൊളിറ്റിക്സ്. നിലവിലൊന്നുമില്ല. അതുകൊണ്ട് മമതയ്ക്ക് ഇപ്പോൾ CPM പേടിയില്ല എന്ന് മാത്രമല്ല, പുച്ഛമാണ്. എന്തെങ്കിലും കഞ്ഞിയോ വെള്ളമോ കൊടുക്കടയാണ്. അല്ല മാഡം, അവൻ വലിയ ആളായിരുന്നു. അതെ, അതുകൊണ്ടല്ലേ കഞ്ഞി കൊടുക്കാൻ പറഞ്ഞത്. അവൻ്റെ പഴയ പ്രതാപമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇവർ മുടിക്ക് കുത്തിപ്പിടിച്ച് നടു റോഡിലൂടെ വലച്ചഴിച്ച അധമന്മാരാണ് CPM. അതൊക്കെ മമതാ ബാനർജി മറക്കുമെന്ന്. CPM അഭിമാനികളുടെ പാർട്ടിയാണ്, ആ ക്ഷണം സ്വീകരിക്കുന്നില്ല. വേണ്ട. കാരണം CPM ഇപ്പോൾ ആവശ്യം എന്താ? അവർക്കാകെ ഒരു ബാസ്റ്റിനുള്ളത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ കേരളത്തിലുണ്ട്. ഇതാണ്. ആ കൂട്ടുകക്ഷിയിൽ എത്ര പേരുണ്ട്? എല്ലാവരും കൂടെ ചേർന്നിട്ടാണല്ലോ. പിണറായി വിജയൻ മുതൽ രാമേന്ദ്രൻ കടന്നപ്പള്ളി വരെ ചേർന്നൊരു സംവിധാനമാണ് കേരളത്തിലെ LDF. അല്ലാതെ CPM തനതായി അവർക്ക് കിട്ടിയ സീറ്റാണോ? അല്ല, മറ്റുള്ളവരും കൂടെ ചേർന്ന് അവർക്ക് വോട്ട് ചെയ്തപ്പോൾ കിട്ടിയ സീറ്റാണിത്. അപ്പോൾ അതുകൊണ്ട് അവർക്കാകെയുള്ളത്, പിണറായി വിജയൻ പറയുന്നത് ഇടായി എല്ലാം നഷ്ടപ്പെട്ടു, ആകെ ഉള്ളത് ഈ പച്ചത്തുരുത്താണ്, ഇതിനകത്ത് നമുക്ക് ഇത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞ് വിറപ്പിക്കാം. ഇതല്ലാതെ കൂടുതൽ വിറപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലാകും. ഇതുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയെ പറ്റി എന്തെങ്കിലും അക്ഷരം പറയുന്നത് മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, 141 ഇന്നിപ്പോൾ വേറെ കുറേ ആരാണ്ട് സസ്പെൻഡ് ചെയ്തെന്നൊക്കെ കേട്ടു. ഇത് 150 MP സസ്പെൻഡ് ചെയ്തിട്ട് ഒരക്ഷരം പിണറായി വിജയൻ പറയണമല്ലോ, ഒരക്ഷരം. പോളിറ്റ് ബ്യൂറോയ്ക്ക് ചെലവിന് കൊടുക്കുന്നത് പിണറായിയാണ്. പിണറായിയുടെ കാശ് വാങ്ങിച്ചിട്ടാണ് സീതാറാം യെച്ചൂരി അവിടെ ചായയും പരിപ്പുവടയും വരുത്തുന്നത് മീറ്റിങ്ങിന്. ഹീ ഈസ് ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ CPM. ത്രൂ ഔട്ട് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ പിണറായിയാണ് മോസ്റ്റ് പവർഫുൾ മാൻ. ഒരക്ഷരം വേണ്ടി ഇത്രയും പേരെ പടത്തേക്ക് പിടിച്ച് പുറത്താക്കിയിട്ട് ഒരക്ഷരം വേണ്ടിയില്ല. നവകേരള യാത്രയിൽ ഇതിനെപ്പറ്റി ഒരു മെൻഷനിങ് ഇല്ല. കാരണം പിണറായിക്ക്, ഞാൻ പിണറായി കുറ്റം പറയില്ല, അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം സെൻട്രൽ പൊളിറ്റിക്സിൽ CPM ഒന്നുമല്ല എന്ന് പിണറായിക്കറിയാം. ഇവിടെ മനോരമ സർവേ നടത്തുന്നു, വേറെ ഏതോ ചാനൽ സർവേ നടത്തിയിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി 49%, മോദി 21%,
പിണറായി വിജയൻ 19%. 19% സാധ്യതയാണ് പ്രധാനമന്ത്രിയാവാൻ പിണറായി വിജയന്. മൂന്നാമത്തെ കോട്ട് തയ്പ്പിച്ച് നിൽക്കുകയാണ്. ഇതാണ് കേരളത്തിൽ വരുന്ന റിസൾട്ട്. ഇത് ഹോക്സാണ് എന്ന് തിരിച്ചറിയുന്ന മനുഷ്യനാണ് പിണറായി. ഇതൊക്കെ തട്ടിപ്പാണ്, എന്തോ ആവശ്യത്തിന് എന്നെ മണിയടിക്കുകയാണ്. ആ CMRL കർത്താവ് ഇവർക്ക് ഒരു 19 ചില്ലാനും കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിജിലൻസ് അന്വേഷണമുണ്ട്. മാധ്യമങ്ങൾ ഉപദ്രവിക്കല്ലേ ചേട്ടാ, ഞങ്ങൾ റിസൾട്ട് കാണിക്കാം, 3-ാം സ്ഥാനമെങ്കിലും കാണിക്കാം. 1-ാം സ്ഥാനം വേണമെങ്കിൽ കാണിക്കും. പിന്നെ അത് അത്രയും ആയി കഴിഞ്ഞാൽ തീരെ അപഹാസ്യമായി പോകുമല്ലോ, ഓടിച്ചിട്ടടിക്കും. അതുകൊണ്ട് 3-ാം സ്ഥാനം തീർത്തി മോദിയുടെ തൊട്ട് താഴെ. ടി.ജി, ഞാനൊരു ചോദിക്കട്ടെ. അതായത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ ഇതൊക്കെ ഒരു പകുതി ഹാസ്യരൂപത്തിലൊക്കെ പറഞ്ഞെങ്കിലും വസ്തുതകളാണ് പറഞ്ഞത്. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നില്ലേ? കാരണം ഇന്ത്യ മുന്നണി, IND മുന്നണിയുടെ യോഗം ചേർന്നിട്ട് പ്രാദേശിക പാർട്ടികൾ, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെങ്കിലും ആവട്ടെ, പ്രാദേശിക അടിസ്ഥാനത്തിൽ നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 400 സീറ്റിലെങ്കിലും പ്രാദേശിക പാർട്ടികൾ ഒറ്റക്കെട്ടായി BJPക്കെതിരെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഞാൻ തമാശ ആയിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ തീരുമാനം നേരത്തെ എടുത്തതല്ലേ ഇവർ ഈ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ? അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് പോകാം. അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ പറയുന്നത്. അല്ല, ഉണ്ടായിരുന്നു. അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസ് എന്ത് ചെയ്തു? മധ്യപ്രദേശിൽ അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചു, ഇവരോട് ആരോടും ആലോചിക്കാതെ. അപ്പോൾ കേജ്രിവാൾ എന്ത് ചെയ്തു? എല്ലാ സ്ഥലത്തും ആപ്പിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അഖിലേഷ് യാദവ് ചെയ്തു, ഈ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കാൻ ഞാനില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അഖിലേഷ് യാദവ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾ മായാവതിയുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങുകയാണ്, ഞാനുണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു. ഇപ്പം ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു ഇന്ത്യ മുന്നണി? അതേ തീരുമാനങ്ങൾ ഒരിക്കൽ കൂടെ എടുക്കുകയും അതേ വഴക്കുകൾ ഒരിക്കൽ കൂടെ ഉണ്ടാവുകയും അതേ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പിരിഞ്ഞു പോവുകയും ചെയ്ത കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു അസംബന്ധ നാടകം. ഒരിക്കൽ കൂടി കൂടിയിരുന്നത് പരിഹരിച്ചുകൂടെ? ഇല്ല, അവർക്ക് പരിഹരിക്കാൻ സാധ്യമല്ല എന്ന്. കാരണം എത്ര സീറ്റ് കൊടുക്കുമെന്ന് പറയാം. ബംഗാളിൽ മമതാ ബാനർജി എത്ര സീറ്റ് കൊടുക്കും? എന്തിനു കൊടുക്കണം? ഇതാണ് അവരുടെ ചോദ്യം. അരവിന്ദ് കേജ്രിവാൾ പറയുന്നത്, എനിക്ക് ഗുജറാത്തിൽ 12% വോട്ട് കിട്ടി. 12%. ഗുജറാത്ത് ഭരിക്കുന്ന BJP ആണ്. മൃഗീയ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ കേജ്രിവാളിന് 12% വോട്ടുണ്ട്. കോൺഗ്രസ് അതിലും താഴെയാണ്. ഇപ്പോൾ ഗുജറാത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേജ്രിവാൾ പറയും, നിങ്ങളെക്കാൾ കൂടുതൽ സീറ്റ് എനിക്ക് വേണം ഗുജറാത്തിൽ നിന്ന്. കോൺഗ്രസിന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. രാജസ്ഥാനിൽ മമതാ ബാനർജിക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുമോ കോൺഗ്രസ്സിന്? ഇല്ല. ഇതൊന്നും അറിയാതെ നിൽക്കുകയാണ്. ഇപ്പോൾ KCR സുഖയില്ലാതെ ആശുപത്രി കിടക്കുക. എന്ത് ചെയ്യാൻ പോകുന്നു അദ്ദേഹത്തെ? YSR കോൺഗ്രസ് നിതീഷ് വരുന്നുണ്ട്. വാരണാസിയിൽ നിന്ന്, മോദിയുടെ തട്ടകത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വലിയ റാലി ആരംഭിക്കാൻ പോവുക, ഇന്ത്യ പര്യടനം. ശരി, അതുകൊണ്ട് നിതീഷ് കുമാർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായോ? ആയില്ലല്ലോ. അംഗീകരിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. ഇതാണ് ഇതിനകത്തെ പ്രശ്നം. ഇവർക്ക് പരസ്പരം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിലിറ്റിയുടെ വലിയൊരു ഏരിയയിലാണ് ഇന്ത്യ മുന്നണി നിൽക്കുന്നത്. കേരളത്തിൽ ഇവരുടെ ഇന്ത്യ മുന്നണി എന്ത് ചെയ്യും? ഒരാൾ ചോദിക്കുക, RJD ചോദിക്കുകയാണ്, കേരളത്തിൽ എന്താണ് നമ്മുടെ പരിപാടി? അല്ല, കേരളത്തിൽ ഞങ്ങൾ വേറെ, കോൺഗ്രസ് വേറെ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു 2 സീറ്റ് ഞങ്ങൾക്ക് താ. DMK പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് കാശും തന്നതല്ലേ. തമിഴ്നാട്ടിൽ സീറ്റും കൊടുക്കുന്നുണ്ട്. DMK 10 കോടി രൂപ CPMന് കൊടുത്തു, 15 കോടി രൂപ CPIക്ക് കൊടുത്തു. എൻ്റെ അമ്മേ, അങ്ങനെ 25 കോടി രൂപ അവർ മുടക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇത് DMK സത്യസന്ധമായിട്ട് ഇലക്ഷൻ കമ്മീഷന് റിപ്പോർട്ടും കൊടുത്തത് ഇന്ന രീതിയിൽ. ഇതെന്താ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അല്ല ഞങ്ങൾ ഒരേ മുന്നണിയിലുള്ളവരാണ്, അവർക്ക് കാശില്ല, അതുകൊണ്ട് ഞാൻ കാശ് കൊടുത്തു. സീതാറാം യെച്ചൂരി പറഞ്ഞു, ശരിയാണ്, ഒരു മുന്നണിയിലാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ അവരുടെ നിന്ന് കാശ് മേടിച്ചതിന് എന്താ കുഴപ്പം എന്ന് സീതാറാം യെച്ചൂരിയും ചോദിച്ചു. ഇതേ DMK പറയുകയാണ്, ഞങ്ങൾക്കൊരു സീറ്റ് കേരളത്തിലെത്താം. എടോ, തനിക്ക് ഗതിയില്ല, താൻ ലോക്സഭയിൽ പോയിട്ട് എന്ത് പിണ്ണാക്കുണ്ടാക്കാനാണ്? ഞങ്ങൾക്ക് 1042 MP, 39 MP വരെ മറ്റോ ഉണ്ട് തമിഴ്നാട്ടിൽ. അതിൽ ഒരു 30 എണ്ണം ഞങ്ങൾക്ക് കിട്ടും. ഒരു 5 എണ്ണം കൂടെ കേരളത്തിൽ നിന്ന് ഞങ്ങൾ 35 സോളിഡ് ബ്ലോക്കായിട്ട് നിങ്ങളുടെ കാര്യം ഞാൻ നോക്കാമെന്ന്. നിങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് പ്രാപ്തിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ ചേട്ടനായി ഞാൻ നോക്കാം. ഇപ്പോൾ DYFIയുടെ പ്രസ്താവനയിലെ SFIക്കൊരു ഒരു ചേട്ടനുണ്ട് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ DMK പറയും CPMനൊരു ചേട്ടനുണ്ട്. ഞാനാണ് നിങ്ങൾക്ക് സീറ്റ്, 2 സീറ്റ് ഇവിടെ നിന്നാണ്, തമിഴ്നാട്ടിൽ നിന്നാണ്. അല്ല, സീറ്റും കാശും കിട്ടി. കാശും ഇവിടുന്ന് ഒരാളേ ഉള്ളൂ, AM ആരിഫ് മാത്രമേ ഉള്ളൂ, അവിടെ നിന്ന് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ DMK ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ?
ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഇന്ത്യ മുന്നണി. അപ്പോൾ പറഞ്ഞു വരുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ ഐക്യം, പ്രതിപക്ഷത്തിൻ്റെ സംയുക്ത സ്ഥാനാർത്ഥി, മറ്റൊരു പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. ഇത് വൈപ്പ് ഔട്ട് ചെയ്യാമായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ അങ്ങേര് എല്ലാവരുടെയും സർവ്വസമ്മതനായ ഒരു നേതാവായിട്ട് വരുമായിരുന്നു. പക്ഷേ ആ പൊട്ടൻഷ്യൽ അങ്ങേർക്കില്ല. പല തവണ അങ്ങേര് തെളിയിച്ചു. അങ്ങേരുടെ നാട്ടിൽ പോലും അങ്ങേർക്ക് പിന്തുണയില്ല. വയനാട്ടിൽ വന്ന് മത്സരിച്ചു. ഇപ്പോൾ CPM പറയുന്നത് വയനാട്ടിലൊന്നും വരല്ലേ, വയനാട്ടിൽ കയറി കളിക്കണ്ട, ഇത്തവണ ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പിടിക്കും എന്നൊക്കെ പറയുന്നു. ഈ അവസ്ഥയിൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും? രാഹുൽ ഗാന്ധിയോട് ഇപ്പോൾ തെലങ്കാനക്കാർ പറഞ്ഞു, ചേട്ടൻ ഇവിടെ വാ, അവന്മാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല, കാരണം ഇവിടെ വരണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ചേട്ടൻ ഇവിടെ വാ. തെലങ്കാനയിൽ പോലും തെലങ്കാനയിൽ BJP കയറി വരുന്ന സമയം, ആ സമയത്ത് അവിടെ എങ്ങാനും തോറ്റാലത്തെ സ്ഥിതി ആലോചിച്ച് നോക്കി. ഇതെല്ലാം കൂടെ ഒന്നാമത് മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്ര. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് 3-4 പാർലമെൻറ്റ് എടുത്ത് നോക്കിക്കോ, 20,000 രൂപ അദാനിക്ക് കൊടുത്തു. ഇത് നിരന്തരം രാഹുൽ ഗാന്ധി ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണമാണ്. ഇപ്പോൾ എവിടെ പോയാൽ 20,000 കോടി രൂപ? ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഓരോ കേസ്, എത്ര കേസ് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി, റഫാൽ കേസ് കൊണ്ടുപോയി, CAA കേസ് കൊണ്ടുപോയി, 370 വകുപ്പ് കൊണ്ടുപോയി, ആധാർ കേസ് കൊണ്ടുപോയി, ഓരോ കേസ് ജയിക്കുന്നു, എല്ലാം തോറ്റു. ഇത് കഴിഞ്ഞിട്ട് കുരുവിന്മേൽ കുഴി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ദേ കൃഷ്ണജന്മഭൂമിയിൽ സർവേ നടത്താനായിട്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നു, അലഹാബാദ് ഹൈക്കോടതി. ദ പൊളിറ്റിക്സ് ഈസ് നോട്ട് എ ജോക്ക്. രാഹുൽ ഗാന്ധി ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം പൊളിറ്റിക്സ് നടത്തി, പിന്നെ ഒരു 50 ദിവസം പട്ടായയിലേക്ക് മുങ്ങും. ഇത് വെച്ചൊന്നും പ്രധാനമന്ത്രിയാവാൻ പറ്റില്ല. ദിസ് ഈസ് നോട്ട് ഇംഗ്ലണ്ട് ഓർ മസാച്യുസെറ്റ്സ്. നിങ്ങളവിടെ പോയി ഒരു സ്പീച്ച് നടത്തി കഴിഞ്ഞാൽ മഹാനാണ്. അവർക്ക് പ്രചരണായുധങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഒക്കെ രാഹുൽ ഗാന്ധിയെ പൊക്കി അങ്ങോട്ട് അവർക്കെന്താ, എങ്ങനെയെങ്കിലും തൊലയട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പൊക്കി വിടും. ഇത് കണ്ട് ഇദ്ദേഹം രോമാഞ്ചം കൊള്ളും. എന്നിട്ട് ഇവിടെ വന്ന് അത് തന്നെ പ്രസംഗിക്കും. ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവണില്ല എന്താ ഇങ്ങനെ പറയുന്നത്. ഏതായാലും ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പ് ആണ് നമ്മുടെ മാർച്ച് മാസത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള TGയുടെ പ്രവചനം എത്രത്തോളം ശരിയാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഈ പ്രവചനങ്ങളൊക്കെ തെറ്റിക്കുന്ന പുതിയ സംഭവങ്ങളുണ്ടായിരുന്നു വരും. അതുകൊണ്ട് ആസ് ഓൺ ഡേറ്റ് ഇന്ത്യ മുന്നണിക്ക് ഒരുമിച്ചൊരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നേരിടാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.